സൂസൻ മിൽസൺ ഈ ആഴ്ചയിലെ തേർഡ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ലോകാവസാനത്തെക്കുറിച്ച് ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതും കഴിഞ്ഞ 27-ാം തീയതി രാത്രി 11:35 തന്നതാണ്. അപ്പോൾ എൻ്റെ ശ്രോതാക്കൾ വിചാരിക്കും ഞാൻ ഉറങ്ങുന്നില്ലയോ എന്ന്. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, 8 മണിക്കൂറെങ്കിലും ഒരു മനുഷ്യൻ ഉറങ്ങണമെന്നാണ് ഒരു ദിവസം. ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന്. ഇത് 6 പോയിട്ട് 4 പോലും ഉറങ്ങാൻ ചില ദിവസം പറ്റത്തില്ല. ഒന്നിൽ കൊതുക് കടിക്കും, അല്ലെങ്കിൽ കർത്താവ് പാട്ട് തരും. 11:35 ഈ പാട്ട് തന്നത്. അതുവരെ ഉറങ്ങിയിട്ടില്ല. അങ്ങോട്ട് തന്ന് 11 ഞാനിന്ന് ടൈം നോക്കിയപ്പം മൊബൈലിൽ ഇത് വോയിസായിട്ട് 11:39 ഇത് ഇട്ടിരിക്കുന്നത്. അങ്ങനെ രാത്രി വെളുക്കുന്നവരെ വേണം കർത്താവ് ഇങ്ങനെ പാട്ട് തന്നുകൊണ്ടിരിക്കുക. യേശുവിന് ഉറക്കമില്ലല്ലോ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എപ്പം മനസ്സ് വിട്ടു കൊടുത്താലും കർത്താവ് പാട്ട് കൊണ്ട് നിറയ്ക്കും. ശൂന്യമായതല്ലേ നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. കർത്താവ് തന്നെ പാട്ടിങ്ങനെ കവിഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്ന് 3 മണിയായപ്പോൾ 3:30 കർത്താവ് എനിക്ക് പാട്ട് തന്നു. അത് എപ്പോഴാണ് അത് ആ സിറ്റുവേഷനും എല്ലാം ഞാൻ അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആദ്യത്തെ 4 ലൈനും പിന്നെ എൻ്റെ അനുപല്ലവിയും അടുത്തൊരു സ്റ്റാൻസും കൂടെ തന്നത് അതിനന്നേരം തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു സ്റ്റാൻസോടെങ്കിലും വരണം. ഇനി ഇത് വർക്ക്ഷോപ്പിലോട്ട് കയറുകയാണ്. ഇനിയും അടുത്ത ശനിയാഴ്ചത്തേക്ക് ഇത് പണി കഴിഞ്ഞ് റീബിൽഡ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥന ചോദിക്കുകയാണ്. അങ്ങനെ കർത്താവ് അനേക ഗാനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. പഴയ ഗാനങ്ങൾ അനേകത് കിടക്കുന്നു. പുതിയ പുതിയ ഗാനങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി പാടത്തിരാൻ വേണ്ടി കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. പാടാതിരിക്കാൻ പറ്റുമോ? ഇത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്തോ ചെയ്യാനാ? എന്നെ കർത്താവ് ചൂസ് ചെയ്തിരിക്കുക. എൻ്റെ മിടുക്കും കഴിവും ഒന്നും കൊണ്ടല്ല എൻ്റെ പ്രിയ ശ്രോതാക്കളെ. കർത്താവിൻ്റെ അർഹിക്കാത്ത ദാനമായ കൃപയൊന്നല്ലാതെ ഒന്നും പറയുവാനില്ല. അപ്പോൾ ലോകാവസാനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതാണ്, കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ കാന്തൻ വരാറായി. അതെ, ഈ ലോകത്തിലെ സംഭവങ്ങൾ ഓരോന്നും നമ്മളെ വിളിച്ചറിയിക്കുന്ന എന്താണ്? അവൻ വാതുക്കൽ നിൽക്കുന്നു. എത്രയോ തവണ കർത്താവ് സംസാരിച്ചിരിക്കുന്നു. എനിക്കൊരു ഭവനം പണിയുന്നുണ്ട്, ഭവനത്തിൻ്റെ പണിയോ തീരാറായി. അങ്ങനെ അവിടെ ദൂതന്മാർ പടക്കോപ്പൊരുക്കി കാത്തിരിക്കുന്നു, രഥം ഒരുക്കുന്നു, ജീവകിരീടം ഒരുക്കുന്നു. അങ്ങനെ ഭയങ്കര പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ കർത്താവ് വരും. അധികം താമസിക്കത്തില്ല. എനിക്ക് തോന്നിയാണ് 90% എല്ലാം റെഡിയായിരിക്കുകയാണ്. ഈ ലോക സംഭവങ്ങൾ ഓരോന്നും നമ്മളോട് വിളിച്ചു പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്നതാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമവുമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കേണ്ടി വന്നതിൽ ദുഃഖവുമുണ്ട്. പഴയ കാലങ്ങളൊക്കെ എത്രയോ നല്ല കാലങ്ങളായിരുന്നു. എന്തോ ചെയ്യാനാ, കാലം മാറി ഓരോ ജനറേഷൻ വരുമ്പോഴും അതിനുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലത് മാത്രം ലോകത്തിൽ സംഭവിക്കട്ടെ. മഹാവ്യാധികളെ പേമാരികളൊക്കെയും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരെയും എവിടെ കർത്താവ് സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കണം എല്ലാവരും യോഗ്യരായി തീരട്ടെ. അതിനുള്ള അനുസരിച്ച് ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ കർത്താവിൻ്റെ വരവിനായി നോക്കിക്കാത്തിരിക്കുന്ന നമുക്കോരോരുത്തർക്കുമായിട്ട് ചേർന്ന് പാടാം. കാത്തിരിക്കുന്നതൻ വിശുദ്ധരെ ചേർക്കുവാൻ കാന്തൻ വരാറായി. കാത്തിരിക്കുന്നതൻ വിശുദ്ധരെ ചേർക്കുവാൻ കാന്തൻ വരാറായി. അതെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിൽ പറയുന്നത് കണ്ണു നിറഞ്ഞ ലോകത്തിൽ നിന്ന് നാം ഓടി ഒളിക്കറായി. ഈ ഓടി ഒളിക്കറായി എന്നുള്ളത് കർത്താവ് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ തന്നു. ഓടി ഒളിക്കറായി, അത് നമ്മൾക്കൊരു ആക്സിഡൻറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളതിൽ നിന്ന് ഓടി ഒളിക്കും ഇല്ലയോ? കൊടുങ്കാറ്റ് വരുമ്പോഴേ അല്ലെങ്കിൽ വലിയ പേമാരി വരുമ്പോഴേ നമുക്ക് ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോഴേ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ നമ്മളതിൽ നിന്നൊക്കെ ഓടി ഒളിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തെ കഷ്ടങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കാറായെന്ന കർത്താവ് പറഞ്ഞത്. ഇതൊന്നും നമ്മളെ വിഴുങ്ങിക്കളയാതെ നമ്മളിതിൽ നിന്ന് ഓടി ഒളിക്കാൻ കാലമായി എന്നാണ് കർത്താവ് ഒരു 3-4 പ്രാവശ്യം ഇത് തന്നെ സംസാരിച്ചു. അങ്ങനെ ഈ ലോകത്തിന് അനുരൂപമാകാതെ
നന്മയും പൂർണ്ണ പ്രസാദമുള്ളവരായി ദൈവത്തെ പിൻപറ്റി ജീവിക്കുവാൻ എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ നിത്യതയിൽ കാണുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തെപ്പറ്റി പറയുമ്പോഴേ എൻ്റെ ഒരു ചെറിയൊരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഏതാണ്ട് യോഹന്നാൻ കണ്ടത് പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു സാധനം ഒരു വസ്തുവിനകത്തൂടെ ഇറക്കണമെങ്കിൽ ആ സാധനം മറ്റേ സാധനത്തെക്കാൾ എന്തായിരിക്കും? ചെറുതായിരിക്കണം, വലിപ്പം കുറഞ്ഞതായിരിക്കും. എനിക്ക് തോന്നുന്നു സ്വർഗം എന്ന് പറയുന്നത് ഏതാണ്ട് പുതിയ യെരൂശലേം ഏതാണ്ട് ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് 3 രാജ്യങ്ങൾ ചേർന്നാൽ എത്രയും വിസ്താരമുണ്ട്, അത്രയും ഉള്ളെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര പേര് പോകും? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക. ഇല്ല മലിനത്തിൽ അകപ്പെടാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗാനത്തിലേക്ക് കടക്കാം. കാത്തിരിക്കുന്ന തൻ വിശുദ്ധരെ ചേർപ്പാൻ കാന്തൻ വരാറായി. കാത്തിരിക്കുന്നതൻ വിശുദ്ധരെ ചേർപ്പാൻ കാന്തൻ വരാറായി. കണ്ണുനീർ നിറഞ്ഞായി ലോകത്തിൽ നിന്നും ഓടിയൊളിക്കാറായി. കാത്തിരിക്കുന്നതൻ വിശുദ്ധരെ ചേർപ്പാൻ കാന്തൻ വരാറായി. കണ്ണുനീർ നിറഞ്ഞായി ലോകത്തിൽ നിന്നും ഓടിയൊളിക്കാറായി. കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ. കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ. മറുരൂപരായി നാം പറന്നു പോകും, മറുരൂപരായി നാം പറന്നു പോകും. അന്യാത്മനാഥനെ കണ്ടിടുവാനായി മറുരൂപരായി നാം പറന്നു പോകും. എന്നാത്മനാഥനെ കാണുവാനായി കാത്തിരിക്കുന്നതൻ വിശുദ്ധരെ ചേർപ്പാൻ കാന്തൻ വരാറായി. കാത്തിരിക്കുന്നതൻ വിശുദ്ധരെ ചേർപ്പാൻ കാന്തൻ വരാറായി. കണ്ണുനീർ നിറഞ്ഞായി ലോകത്തിൽ നിന്നും ഓടിയൊളിക്കാറായി. കണ്ണുനീർ നിറഞ്ഞായി ലോകത്തിൽ നിന്നും ഓടിയൊളിക്കാറായി. ദുഃഖവും മുറവിളിയും കഷ്ടതയും പിന്നില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും പിന്നില്ല. ആമോദപൂർണരായി വാഴും നമ്മൾ. ദുഃഖവും മുറവിളിയും കഷ്ടതയും പിന്നില്ല, ആമോദപൂർണരായി വാഴും നമ്മൾ. പ്രിയൻ്റെ കൂടെ നമ്മൾ വാഴുമെന്നും. കാത്തിരിക്കുന്നതൻ വിശുദ്ധരെ ചേർക്കുവാൻ കാന്തൻ വരാറായി. കാത്തിരിക്കുന്നതൻ വിശുദ്ധരെ ചേർക്കുവാൻ കാന്തൻ വരാറായി. കണ്ണുനീർ നിറഞ്ഞായി ലോകത്തിൽ നിന്നും ഓടിയൊളിക്കാറായി. കണ്ണുനീർ നിറഞ്ഞായി ലോകത്തിൽ നിന്നും ഓടിയൊളിക്കാറായി.